ദാരിദ്ര്യം കണ്ടെത്തുന്നതിനകത്ത് ജാതിയല്ല നോക്കിയത്. ഈ നിങ്ങളത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ വിഭാഗത്തിൽ പെട്ടതുകൊണ്ട് സംവരണത്തിന്റെ അതേ ഫിലോസഫിയാണ് LDF സർക്കാർ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. കോൺസെപ്റ്റ് വേണ്ട. EWS സംവരണത്തിന്റെ അതേ ഫിലോസഫിയാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഞാൻ അതൊന്ന് ക്ലാരിഫൈ അല്ല നിങ്ങൾ അതിനെ എങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടുപോയാലും അതിൽ വീഴത്തില്ല. അതല്ല അതിന്റെ കാര്യം. ഈ അതിദാരിദ്ര്യം കണ്ടെത്തുന്നതിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ള നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ UN ചില നോംസ് ഉണ്ട്. UN എന്ന് പറയുമ്പോൾ 183, ഇന്ത്യയിൽ 183 പോയിട്ട് 50 രൂപ വരുമാനമില്ലാത്തവരുടെ ഒരു വലിയ സംഖ്യയുണ്ട്. അതാണ് ഈ 30 കോടി 26 കോടി എന്നൊക്കെ പറയുന്നത്. ഇവിടെ വരുന്നത് പട്ടികജാതിക്കാരായി എന്നുള്ളത് കൊണ്ടോ മുന്നക്കാരക്കാരിയായി എന്നുള്ളത് കൊണ്ടോ ഉള്ള വിഷയമല്ല ഇവിടുത്തുള്ളത്. ഇവിടെ വരുന്നത് അവർക്ക് ഒരു തരത്തിലും ഒരു പൈസ ഏൺ ചെയ്യാൻ പറ്റാത്തവരെയാണ് കണ്ടുപിടിച്ചത്. അവർക്ക് പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവരെ കണ്ടുപിടിച്ചത്. അതിനകത്ത് സ്വാഭാവികമായിട്ടും 25% SC വിഭാഗം വന്നിട്ടുണ്ട്, SC ST വന്നിട്ടുണ്ട്. അതത്ര ഭീകരമായ നമ്പരല്ല, പക്ഷേ അത്രേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ കാണണം. അത് ദുർബല വിഭാഗത്തിൽപ്പെട്ടവരിൽ പോലും 25% വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ആകെയുള്ള ദുർബലതയിൽ 25% SC ST വന്നിട്ടുള്ളൂ. അതിൽ 6000-ഓളം പേരാ ST. ഈ 6000 പേരല്ല എന്നിരിക്കട്ടെ, ഇത് എവിടൊക്കെയാണ് ചർച്ച ചെയ്തത് ശ്രീ അജിംസെ? നമ്മൾ ചാനൽ മുറി ഇരുന്നല്ല ചർച്ച ചെയ്തത്. വാർഡ് സഭയ്ക്കകത്ത്, ഗ്രാമസഭയ്ക്കകത്ത് ഈ ലിസ്റ്റ് അവതരിപ്പിച്ച് കോൺഗ്രസും BJP ലീഗും CPM CPI എല്ലാവരും കൂടി ഇരുന്ന് പരിശോധിച്ച ലിസ്റ്റ്, അവിടുത്തെ ജനപ്രതിനിധികൾ ഒക്കെ പറഞ്ഞ്, അവിടുത്തെ VOമാർ ഒക്കെ പറഞ്ഞ്, അവിടുത്തെ സംവിധാനം ഫോക്കസ് ഗ്രൂപ്പ് ഒക്കെ പറഞ്ഞ്, ഇതല്ലാതെ ഗവൺമെന്റ് പ്രത്യേകമായിട്ട് രഹസ്യമായിട്ട് വാങ്ങിച്ച ഒരു ആപ്ലിക്കേഷൻ ഫോമല്ല. അങ്ങനെ നടത്തിയ സർവേയിൽ എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളവരുണ്ടോ? അത് ഇന്ന് തദ്ദേശ മന്ത്രി പറഞ്ഞു. നമുക്ക് ആ ഒരു മാനദണ്ഡത്തിനകത്ത് വരുന്നവർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തുടർ സംവിധാനമായി മാറും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഒരു കൃത്യമായ കോൺക്രീറ്റ് നമ്പർ അല്ല ഇത്. ഈ നമ്പർ ഇപ്പൊ നമ്മൾ നടത്തിയ സർവേയിൽ എത്തപ്പെട്ട പ്രോസസ്സിങ്ങിന്റെ ഭാഗമായി വന്നതാണ് 64,000. അതുകൊണ്ട് കേരളത്തിന്റെ ദാരിദ്ര്യം ഇല്ലാതായെന്നല്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ മാത്രം തീരുന്നതല്ല ഇന്നത്തെ കാലത്ത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ മറ്റുള്ള അയലത്തെ വീട്ടിലെല്ലാം ടെലിവിഷൻ ഉണ്ട്, ആ വീട്ടിൽ ടെലിവിഷൻ ഇല്ല. മറ്റയലത്തെ വീട്ടിലെല്ലാം നല്ലതുപോലെ വസ്ത്രമുണ്ട്, ആ വീട്ടിൽ വസ്ത്രമില്ല. അത് ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ്. ദാരിദ്ര്യം 100% ഇല്ലാതാക്കിയെന്നല്ല, നേരെ മറിച്ച് പരസഹായമില്ലാത്ത മനുഷ്യൻ നാളെ കേരളത്തിൽ ഭക്ഷണം കഴിക്കാതെ കിടക്കില്ല. അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്നുള്ള പഴയ ജന്മി കുടുംബത്തിന്റെ പടിപ്പരയിൽ നിന്നുള്ള ചോദ്യം നാളെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉയർത്തുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെയോ 2 നേരത്തെയോ 3 നേരത്തെയോ ഭക്ഷണമില്ലാതെ കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കാലത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന രാഷ്ട്രീയ നിശ്ചയദാർഢ്യമാണ് അജിംസ ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും വന്നാലും ഇല്ലെങ്കിലും ശരി, പട്ടിണി കിടക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു പൊളിറ്റിക്സ് ആയത്. ശരി.